നമസ്കാരം. സമുദ്രാന്തർ മേഖലയ്ക്ക് ആവശ്യമായ വിവിധ പ്രതിരോധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി കെലട്രോണിന് ഇന്ത്യൻ നാവികസേനയിൽ നിന്നും 97 കോടി രൂപയുടെ പുതിയ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. കെലട്രോണിന്റെ തിരുവനന്തപുരം കരകുളത്തുള്ള കെലട്രോൺ എക്യുപ്മെന്റ് കോംപ്ലക്സ്, അരൂരിലുള്ള കെലട്രോൺ കൺസോൾട്ടൻസ് സബ്സിഡിയറി കമ്പനിയായ കെലട്രോൺ ഇലക്ട്രോ സെറാമിക് ലിമിറ്റഡ് എന്നീ യൂണിറ്റുകൾക്കാണ് ഓർഡർ അനുസരിച്ചുള്ള ഉത്പന്നങ്ങൾ നാവികസേനയ്ക്ക് നിർമ്മിച്ചു നൽകുന്നത്. നാവികസേനയിൽ നിന്ന് തന്ത്രപ്രധാനമായ ഉപകരണങ്ങൾ ഓർഡറുകൾ തുടർച്ചയായി ലഭിക്കുന്നത് കെലട്രോൺ കൈവരിച്ച പ്രവർത്തന മികവിന്റെ ഫലമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. സോണർ അറേകൾക്ക് വേണ്ടി കെലട്രോൺ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ലോ ഫ്രീക്വൻസി പ്രോസസ്സിംഗ് മൊഡ്യൂളുകളാണ് ഈ ഓർഡറിൽ പ്രധാനപ്പെട്ടവ. അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ് സോണറുകൾ. കെലട്രോൺ നിർമ്മിച്ചു നൽകിയ പ്രോട്ടോടൈപ്പുകൾ പരിശോധിച്ച ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം നിലവിൽ 2 പ്രോസസ്സിംഗ് മോഡുകളാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. കൂടുതൽ ദൂരത്തിലുള്ള ടാർഗറ്റുകളെ കണ്ടെത്തുന്നതിന് കെലട്രോണിന്റെ ലോ ഫ്രീക്വൻസി പ്രോസസ്സിംഗ് മോഡുകൾ സഹായകമാകും. ഉപയോഗിച്ച് മികവ് തെളിയിക്കുന്നതോടെ സമുദ്രാന്തർ സാങ്കേതിക സംവിധാനങ്ങളിൽ ഈ മൊഡ്യൂളുകൾക്ക് അനവധി സാധ്യതകൾ ഭാവിയിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. ഇതോടൊപ്പം നാവികസേനയുടെ വിവിധ തരം കപ്പലുകളിൽ സ്ഥാപിക്കുന്നതിനുള്ള സമുദ്രജലത്തിന്റെ ആഴം അളക്കുന്നതിനുള്ള എക്കോ സൗണ്ടർ, കപ്പലുകളുടെയും മറ്റു വേഗം കണക്കാക്കുന്നതിനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലോഗ്, ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റുകൾ, ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾക്കുള്ള സോണറിംഗ് ആവശ്യമായ പവർ ആംപ്ലിഫയറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കെലട്രോൺ നിർമ്മിച്ചു നൽകുന്നതാണ്. കഴിഞ്ഞ 25 വർഷമായി പ്രതിരോധ ഇലക്ട്രോണിക് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കെലട്രോൺ പ്രത്യേകമായി ഇന്ത്യൻ നാവികസേനയ്ക്ക് അണ്ടർ വാട്ടർ ഉപകരണങ്ങൾ നിർമ്മിച്ചു വരുന്നതിൽ മുൻപന്തിയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഡിഫൻസ് മേഖലയിൽ നിന്നും ഒട്ടനവധി മികച്ച ഓർഡറുകൾ കെലട്രോൺ പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി കെലട്രോണിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പം കെലട്രോൺ ഇപ്പോൾ നഷ്ടത്തിലാണ്. ഇതുകൂടി കിട്ടുമ്പോൾ കെലട്രോണിന് ആശ്വാസമാകും എന്നതും വ്യക്തമാണ്.